സൗദി അറേബ്യ ഈ മതനിയമപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അവിടെ പണ്ട് കർശനമായ നിയമങ്ങളുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ എന്തായാലും മത ആഘോഷം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ 5 പേരെ ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? സൗദി അറേബ്യ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ അങ്ങേയറ്റം പേർന്ന രാജ്യമാണ്. ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ജനനം ഉണ്ടായ രാജ്യം. പ്രവാചകൻ ഒരുപാട് ആ രാജ്യത്തുകൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പ്രവാചകൻ മക്കയും മദീനയും പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട് പുരാതനമായിട്ടുള്ള പ്രദേശങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം. മക്കയിലേക്കൊക്കെ എത്തുന്ന ഇസ്ലാം വിശ്വാസികളുടെ എത്രത്തോളം അവരുടെ ഒരു ഹ്യൂമങ്കസ് ആയിട്ടുള്ള എമൗണ്ട് നമുക്കറിയാമല്ലോ. എത്രത്തോളം ആൾക്കാരാണ് കോടിക്കണക്കിന് ആൾക്കാരാണ് മക്കയിലൊക്കെ തീർത്ഥാടനത്തിനൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ മതപരമായിട്ടുള്ളൊരു രാജ്യമാണ്, മതരാജ്യമാണ്, ഇസ്ലാമിക മതമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സൗദി അറേബ്യയിൽ 2017 മുതൽ വലിയ രീതിയിലുള്ള വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരൻ സൗദി അറേബ്യയുടെ ഭരണത്തിൻ്റെ ചുക്കാൻ കയ്യിൽ പിടിച്ചതോടുകൂടി സൗദി അറേബ്യ മാറിത്തുടങ്ങി. സൗദി അറേബ്യയെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചൈന, ഇന്ത്യ, ഈ രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വലിയ മാർക്കറ്റുകളാണ്. 150 കോടി 300 കോടിയിലേറെ ജനങ്ങൾ ഈ 2 രാജ്യങ്ങളുമായിട്ട് ഉണ്ട്. ഈ 300 കോടിയിലേറെയുള്ള ജനങ്ങൾ ഈ 2 രാജ്യങ്ങളുമായി ഉള്ള സ്ഥിതിക്ക് ഈ 2 രാജ്യങ്ങളിലെ മാർക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അത് വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ്, അല്ലേ? പോരാത്തതിന് ഈ 700 കോടി ജനങ്ങളിൽ 300 കോടി പോയി കഴിഞ്ഞാൽ ബാക്കി 500 കോടി. ഈ 500 കോടി ജനങ്ങളാണെങ്കിൽ ചിതറി കിടക്കുകയാണ്, ഇല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 145 കോടി ജനങ്ങളുണ്ട്. ആലോചിക്കണം, ആ 145 കോടി ജനങ്ങൾ ഒരു രാജ്യത്ത് താമസിക്കുക എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പെട്രോൾ ഉപയോഗിക്കാതായാൽ എന്തായിരിക്കും സൗദി അറേബ്യയുടെ അവസ്ഥ? ചൈന പെട്രോൾ ഉപയോഗിക്കാതെ എന്തായിരിക്കും അവസ്ഥ? പെട്രോൾ ഈസ് ഗോയിങ് ടു ബി ഓവർ. പെട്രോൾ തീരാറായി. ഈ പെട്രോൾ വിറ്റാണ് സൗദി അറേബ്യ ജീവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും ജീവിക്കുന്നത്. ആ പെട്രോള് സൗദിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ആളില്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ആവശ്യമില്ല. നമ്മളിപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് 2010 വർഷത്തോടുകൂടി നമ്മൾ പൂർണ്ണമായിട്ടും വാഹനങ്ങൾ വൈദ്യുതീകരിക്കുമെന്ന്. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ വണ്ടിയിലടിക്കാൻ ആവശ്യമില്ല, പെട്രോളിയം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ മാത്രം മതി നമുക്ക് പെട്രോൾ. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യ എന്ത് ചെയ്യും? സൗദി അറേബ്യ എങ്ങനെ ജീവിക്കും? അപ്പോൾ കൃത്യമായിട്ട് MBSന് മുഹമ്മദ് ബിൻ സൽമാൻ ഈ വിഷയം അദ്ദേഹം അഡ്രസ്സ് ചെയ്തു. അദ്ദേഹം അറിയാം ലോകം പുരോഗമിക്കുകയാണ്. ഈ പെട്രോൾ പോലെയുള്ള ഫ്യൂവൽ ഫോസിലുകൾ എത്ര നാൾ ഈ ലോകത്തുണ്ടാവും? പെട്രോൾ എടുക്കും തോറും തീരുന്ന ഒരു വസ്തുവാണ് ഇത്. ഒരു റിന്യൂവബിൾ റിസോഴ്സസ് ആണെങ്കിൽ പോലും പെട്രോള് അത് റിന്യൂ ചെയ്ത് വരാനായിട്ട് ചിലപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. ഇനി പെട്രോൾ പോലെയുള്ള വാതകങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ തന്നെ വരും. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ പുതിയ എനർജികൾ തേടി പോകുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ, പിന്നെ ഹീലിയം ഐസോട്ടോപ്പ്. ഈ ശ്രീധനറിയാമോ, ഈ ചന്ദ്രൻ, ആ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ആണ് നമ്മൾ പോയി ലാൻഡ് ചെയ്തത്. അതെന്താ സൗത്ത് പോളിന് ഇത്ര വലിയ പ്രത്യേകത? ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മൾ അഭിനന്ദിച്ചു, പക്ഷേ മനസ്സിൽ വലിയ ദേഷ്യമാണ്. യവന്മാർ പോയി ലാൻഡ് ചെയ്തല്ലോ സൗത്ത് പോളിൽ, നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അമേരിക്ക പോലും അവിടെ പോയി ലാൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ സൗത്ത് പോളിൽ പോയി ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ വെറും ലാൻഡിങ് അല്ല, സോഫ്റ്റ് ലാൻഡിങ്. ഹാർഡ് ലാൻഡിങ്ങും ഉണ്ട്, സോഫ്റ്റ് ലാൻഡിങ്ങും ഉണ്ട്. ഇത് ലാൻഡ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ലാൻഡിങ് പേടകം പോയി ഇടിച്ചിറങ്ങുന്നത്, ആ പേടകത്തിന് ഡാമേജ് ഉണ്ടാവും. സോഫ്റ്റ് ലാൻഡിങ് പേടകം സോഫ്റ്റായിട്ട് വന്ന് പക്കയായിട്ട് ഇറങ്ങി അവിടെ നിൽക്കുന്നതാണ്. ആ സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അവിടെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസപ്പെട്ട കാര്യം. ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പുറത്തിറങ്ങി അതിലെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ട് പോലുമില്ല. നമ്മൾ നമ്മുടെ എംബ്ലം പതിപ്പിച്ചു, അവിടെ എംബ്ലം പതിപ്പിച്ചു. പക്ഷേ ആ എംബ്ലം അത് പൊടിയാണ്, ആ പൊടിയിലാണ് ഇത് പതിപ്പിക്കുന്നത് നമ്മൾ എംബ്ലം. പക്ഷേ അതവിടെ മാഞ്ഞു പോകില്ല, കാരണം അവിടെ ഓക്സിജൻ ഇല്ലല്ലോ. കാറ്റുണ്ടെങ്കിലല്ലേ അത് മാഞ്ഞു പോകും. അപ്പോൾ പൊടി ഇവിടെ ഉണ്ടെങ്കിൽ പുതിയ കാറ്റുണ്ടെങ്കിലല്ലേ പറന്നു പോകും. ആ എംബ്ലം അവിടെ പതിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. നമ്മൾ ഇപ്പോഴും ഇന്ത്യ സൗത്ത് പോളിൽ ഇറങ്ങിയതിൻ്റെ ചിഹ്നം അവിടെ ഉണ്ട്. ആ സൗത്ത് പോളിലാണ് ഹീലിയം ഐസോട്ടോപ്പ് എന്ന് പറയുന്ന വാതകമുള്ളത്. അത് ആരാണോ ആദ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അവരാണ് ഇനി ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. കാരണം ആ വാതകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് അത്ര വലിയ എനർജിയാണ്. ഇപ്പോൾ പെട്രോൾ സൗദി അറേബ്യ കണ്ടുപിടിച്ചതുപോലെ ആ വാതകം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ലിത്തിയം എന്ന് പറയുന്ന ലിത്തിയത്തിൻ്റെ വലിയൊരു ഖനി കശ്മീരിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിൽ തന്നെ 2ാമത്തെയാണെന്ന് തോന്നുന്നു, ആദ്യത്തെ ചിലിയോ ബ്രസീലോ എവിടെയാണ്. അപ്പോൾ അങ്ങനെ ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യക്ക് എന്തില്ലാതാവുകയാണ്? ഒരു ഹോൾഡ് ഇല്ലാതാവുകയാണ് പല സ്ഥലങ്ങളിലും.
സൗദി അറേബ്യ അതുകൊണ്ട് MBS കൃത്യമായിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു. നിങ്ങൾ ഇനി ഈ മതമൊന്നും പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ മോഡേൺ ആവണം എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ബിക്കിനി ഷോകൾ നടത്തി, മദ്യപിക്കാം, ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മദ്യപിക്കാം, പിന്നെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമെന്ന് പറയുന്നത് നമ്മളിവിടെ കേൾക്കുമ്പോൾ ചിരി വരും. കാരണം ഇറ്റ് കുഡിൻറ്റ് ഈവൻ ബി ഡിസ്കസ്ഡ് നമ്മളെ ഇടയിൽ. പക്ഷേ അവർക്കിടയിൽ അങ്ങനെയല്ല, അവർക്കതൊരു ഡിസ്കഷനാണ്. നമ്മളൊരു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോ എന്ന് പറയുന്നത് അതെന്തിനാണ് എടുക്കുന്നത്? നമ്മളെടുക്കുന്നത് നമ്മളെ രാജ്യത്തിൻ്റെ സ്ത്രീകളുടെ വിലക്കുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ മതപരമായിട്ടുള്ള ഈ സാൽവഡോർ ഡെ മുണ്ടെ എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാതമായിട്ടുള്ള ജീസസിൻ്റെ ക്രൂസിഫിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെയിൻറ്റിങ്, അത് ലേലത്തിന് വന്നപ്പോൾ ഒരാൾ വാങ്ങിച്ചു. ആ വാങ്ങിച്ചത് ഈ മുഹമ്മദ് ബിൻ സൽമാൻ്റെ പ്രോക്സി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വാങ്ങിച്ചിട്ട് മുഹമ്മദ് ബിൻ സൽമാനാണ് ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞപ്പോൾ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. കാരണം നിങ്ങളൊരു ഇസ്ലാം അല്ലേ, നിങ്ങൾ ജീസസിൻ്റെ ക്രൂസിഫിക്കേഷൻ വാങ്ങിക്കാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാരീസിലുള്ള ലൂസിയം മ്യൂസിയം നോക്കൂ, ആ മ്യൂസിയത്തിൽ ഇരിക്കുന്നത് മൊണാലിസയുടെ പെയിൻറ്റിംഗ് ആണ്. അവിടെ എത്ര ടൂറിസ്റ്റുകളാണ് വരുന്നത്. ഇവിടെ നിയോം സിറ്റി പണിയുന്നുണ്ട്. സൗദിയുടെ അടുത്ത ഡ്രീം പ്രോജക്റ്റാണ് ഈ പെട്രോളിയം നശിച്ചു കഴിഞ്ഞാൽ നിയോം സിറ്റി വരുന്നുണ്ട് സൗദിയിൽ. നിയോം സിറ്റി സൗദിയിൽ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ലക്ഷം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സൗദിയിലേക്ക് ടൂറിസ്റ്റുകൾ വരും, 2 ലക്ഷം ആൾക്കാർക്ക്. അതായത് ഒരു ഐലൻഡ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് നിയോം സിറ്റിയിലൂടെ. പൂർണ്ണമായിട്ടും ശീതീകരിച്ച ഒരു ഐലൻഡ് ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ GCC കൺട്രീസിലെ ഏറ്റവും ബെസ്റ്റ് കൺട്രി സൗദി ആവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദുബായ് സംതിങ് അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. വളരെ ലിബറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മത പോലീസുണ്ട്. ആ മത പോലീസിനെ സൗദി അറേബ്യയിലെ MBS എന്ത് ചെയ്യുന്നു? ഡിസ്പോസ് ചെയ്യാൻ പോവുകയാണ് മത പോലീസിനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് സൗദി നിലവിൽ കടന്നത്. കൂടുതൽ ശക്തിപ്പെടുത്തുകയാണല്ലേ? ഇറാൻ കൂടുതൽ അത് കാണാനുണ്ടല്ലോ. ഇറാൻ ഇപ്പോൾ എന്താണ്, വയറ്റിലോട്ട് വെള്ളം ഒഴിക്കാൻ വയ്യാതെ രീതി കിടക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ, അവിടെയുള്ള വലിയ പ്രക്ഷോഭം ഉണ്ടാവും, കലാപം ഉണ്ടാവും രാജ്യത്ത്. കാരണം വയറ്റിലോട്ട് വല്ലതും പോകണ്ടേ. അപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർ മതപരമായിട്ടുള്ള എന്തോ ആഘോഷം സൗദിയിലെ ദമാമിൽ നടത്തി, അതും അനുമതിയില്ലാതെ നടത്തി എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് 5 മലയാളികളെ സൗദി അറേബ്യ ഡീപ്പോർട്ട് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 മാസം മുമ്പാണ് ഇവർ പിടിയിലായത് കേട്ടോ. അപ്പോൾ പരിപാടി സ്ഥലത്ത് നിന്ന് പോലീസിൻ്റെ അറസ്റ്റിലായിട്ടുള്ള ഇവർ ജയിലിലായിരുന്നു. പക്ഷേ ഇവർക്ക് കൃത്യമായിട്ട് ആ സംഭവം ഞങ്ങൾ നടത്തിയത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് എന്ന് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇവരെ ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടത്. മതപരമായിട്ടുള്ള യാതൊരുവിധ കാര്യവും അനുവദിക്കില്ല. ഇവരെ ഈ ഡീപ്പോർട്ട് ചെയ്തപ്പോഴും ഇവരുടെ ദമാം നഗരഹൃദയത്തിന് അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് ഇവർ നടത്തിയത്. നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷമാണ്. സൗദി അറേബ്യ ഒന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം മതത്തിന് അങ്ങേയറ്റം എന്താണ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു, അവിടെ നബിദിനത്തിൻ്റെ ആഘോഷം നടത്തിയതിൻ്റെ പേരിലാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഇത് മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗം ഈ നബിദിനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ആഘോഷിക്കാൻ പാടില്ല. പല വിഭാഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ 100 കണക്കിന് ആൾക്കാർ ഇതിൽ പങ്കെടുത്തു. 5 പേരെയാണ് ഇതിൽ പിടിച്ചുകൊണ്ട് പോയത്. ഇവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള സമയത്ത്, അതായത് ഇവർ പറയുന്നത് ഈ 5 പേരെന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ മലയാളി സമാജങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അസോസിയേഷനുകൾക്കിടയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. അവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വളരെ സ്വാധീനമുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അവരെന്താണ് പിടിച്ച് പുറത്താക്കി എന്നാണ് പറയുന്നത്. അവരെ ഡീപ്പോർട്ട് ചെയ്തെങ്കിലും നാട് വരെ എന്താണ് അക്കമ്പനി ചെയ്തിട്ടുണ്ട്. ഇവരുടെ സുഹൃത്തുക്കളും മറ്റ് കമ്പാനിയൻസും എല്ലാം വന്നിട്ടുണ്ട്, നാട് വരെ വന്നിട്ടുണ്ട്. അവരെ കൊണ്ടാക്കാൻ, സന്തോഷമായിട്ട് പോയിട്ടു എന്ന് പറഞ്ഞ് കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. സൗദി അറേബ്യ നമുക്കറിയാമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ നടക്കുമ്പോൾ പോലും പാലസ്തീൻ്റെ കൊടി ഉയർത്താൻ പോലും സൗദി അറേബ്യ സമ്മതിക്കില്ല. പാലസ്തീൻ്റെ കൊടിയുമായിട്ട് ആരെങ്കിലും മക്ക മദീനയിലോട്ട് വന്നു കഴിഞ്ഞാൽ, മക്കയിൽ സന്ദർശനം നടത്താനായിട്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് അകത്താക്കും, ജയിലിലായി പോകും. പിന്നെ ജയിലിടിഞ്ഞാൽ വെളിവില്ല. സൗദിയിലൊക്കെ നമ്മളൊരു ജയിലിലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾക്ക് ഏത് ജയിലാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ 6 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കും. അത് ഏത് ജയിലിലാണ്, എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണ്ടേ. അപ്പോൾ അത്രയ്ക്ക് വലിയ വിഷയമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ പാലസ്തീൻ്റെ കൊടി പോലും ഉയർത്താൻ സമ്മതിക്കില്ല. ആ ഒരു മതപരമായിട്ടുള്ള കാര്യം പോലും സമ്മതിക്കില്ല. സംഘടിക്കരുത്, പാലസ്തീൻ്റെ കൊടി ഉയർത്തരുത്, പാലസ്തീന് വേണ്ടി നിങ്ങൾ പള്ളികളിൽ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ മതപരമായിട്ടുള്ള പ്രാർത്ഥന നടത്തരുത്. MBS എന്ന് പറയുന്ന അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ആജ്ഞയാണ്.
കാരണം നമ്മളൊരു മതരാജ്യത്തിൽ നിന്നും ഒരു പുരോഗമനവാദത്തിലേക്ക് വന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ പിടിച്ച് താക്കാനാണോ ശ്രമിക്കുന്നത് എന്നാണ് അവിടെയുള്ള MBSൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. അപ്പം അദ്ദേഹം ഇത് പറയുന്നതിൽ യാതൊരു ഇത്തരം പ്രവൃത്തികൾ ഈ ഇന്ത്യയിലും കേരളത്തിലും ചെയ്യാൻ ആളുണ്ടല്ലോ. അതെ അതെ, ഞാൻ ഇതുപോലെ MBSൻ്റെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ MBS നശിച്ചു പോണേ, പണ്ടാരമടങ്ങണേ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. MBSനെതിരെ വധഭീഷണി ഉണ്ടെന്നാണ് അമേരിക്കയുടെ ഡിജിറ്റൽ മാധ്യമമായ പൊളിറ്റിക്കോ പറയുന്നത്. വധഭീഷണി MBSനെതിരെ ഉണ്ട്, MBS ഉടനെ തന്നെ വധിക്കപ്പെടാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും സൗദി അറേബ്യ മാറുകയാണ്. സൗദി അറേബ്യ ഇനി പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പുതിയ മുല്ലപ്പൂ വിപ്ലവം.